എൻ പ്രിയൻ ഓ നല്ലവൻ, എൻ പ്രിയൻ ഓ നല്ലവൻ. ഈ വിധ സ്നേഹിതൻ പാരില, ഈ വിധ സ്നേഹിതൻ പാരില. വീണ്ടെടുത്തു എന്നെ തൻ ചോരയാൽ, വീണ്ടെടുത്തു എന്നെ തൻ ചോര. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 12-ാം അധ്യായം 15-ാമത് വാക്യം. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവൻ വെള്ളം തടുത്തു കളഞ്ഞാൽ അത് വറ്റിപ്പോകുന്നു എന്നുള്ള വാക്യമാണ്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിലെ ദൈനംദിന ജീവിതത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്ന ജലാശയം പോലും ദൈവത്തിൻ്റെ ദാനമാണെന്നും അതതിൻ്റെ നിലയിൽ നമുക്ക് നൽകുന്നത് ദൈവം തന്നെയാണെന്ന് നാം ഓർക്കേണ്ടതുണ്ട് എന്ന പദമാണ് ഈ വാക്യത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. രാജാക്കന്മാർക്കെഴുതിയ 1-ാം പുസ്തകം 17-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബ്യനായ ഏലിയാവ് ആഹാബിനോട്, ഞാൻ സേവിച്ചു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയാണ്, ഞാൻ പറഞ്ഞല്ലാതെ ഈ നാളുകളിൽ മഞ്ഞും മഴയും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞു. ആഹാബിനോട് കൃത്യമായി ഏലിയാവ് പറയുന്നത്, നമ്മുടെ രാജ്യത്ത് തക്ക സമയത്ത് മഞ്ഞും മഴയും ദൈവം നൽകുന്നതുകൊണ്ടാണ് അനുഗ്രഹങ്ങളും നന്മകളും സമൃദ്ധികളും അനുഭവിക്കാൻ കഴിയുന്നതെന്നും, ദൈവം നമുക്കത് നൽകുന്നില്ല എങ്കിൽ അത് നമുക്ക് ലഭ്യമാകുകയില്ല എന്നും പറയുമ്പോൾ, അധികാരത്തിൻ്റെയും തൻ്റെ ഇടത്തിൻ്റെയും ഒക്കെ മത്തുപിടിച്ച് ജീവിക്കുന്നതായ ആഹാബിന് പ്രാർത്ഥിക്കുന്ന ദൈവാത്മാവുള്ള ഏലിയാവിൻ്റെ വാക്കുകളെ വേണ്ടതുപോലെ അംഗീകരിപ്പാനും ഉൾക്കൊള്ളുവാനും സാധിച്ചില്ല എന്ന് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നുണ്ട്. എന്നാൽ ആഹാബിൻ്റെ ചിന്താഗതിക്കപ്പുറത്ത് ഏലിയാവിൻ്റെ വാക്കുകൾ പോലെ തന്നെ 3.5 വർഷം ദേശത്തും മഞ്ഞും മഴയും ഉണ്ടാകാതിരിക്കുകയും ജനം വല്ലാണ്ട് പ്രതിസന്ധികൾക്കകത്ത് പ്രതികൂലത്തിനകത്ത് എത്തിച്ചേരുകയും ചെയ്തതായ രംഗങ്ങൾ ഈ ഭാഗങ്ങളിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വർഷങ്ങൾ പിന്നിട്ട ശേഷം ഏലിയാവും ആഹാബും തമ്മിൽ കാണുകയും രണ്ടുപേരും യാഗം കഴിക്കുകയും ഏലിയാവ് കൃത്യമായി യാഗപീഠം പുതുക്കിപ്പണിത് ദൈവത്തിൻ്റെ സന്നിധിയിൽ യാഗം കഴിച്ചപ്പോൾ ശക്തമായ മഴ ഭൂമിയിൽ പെയ്യുകയും ആ നിലയിൽ ജനം അനുഗ്രഹിക്കപ്പെടുന്നതിനും ഇടയായിത്തീർന്നു എന്ന് നാം കാണുകയാണ്. ഈ വചനചിന്ത ഏലിയാവ് നൽകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കഴിവുകൊണ്ടോ നമ്മുടെ പ്രാപ്തി കൊണ്ടോ പ്രകൃതിയുടെ പ്രതിഭാസം കൊണ്ടോ മാത്രമല്ല ഭൂമിയിൽ മഴ പെയ്യുന്നതെന്നും അത് ദൈവത്തിൻ്റെ ദാനമാണെന്നും ഓർത്തുകൊണ്ട് ദൈവം നൽകുന്ന എല്ലാ നന്മയിലും ദാനങ്ങളിലും ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാ നന്മകൾക്കും
ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നവരായി ജീവിക്കണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന എല്ലാ നന്മകളിലും ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നവരായി നമുക്ക് മുൻപോട്ട് പോകാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾ ദൈവത്തോട് കടപ്പാടുള്ളവരായി ദൈവം ചെയ്ത നന്മകൾക്കനുസരിച്ച് ദൈവത്തിന് നന്ദി പറയുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.